وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദഅവ എന്ന കിതാബിൽ നാം ഇപ്പോൾ വായിച്ചിരുന്ന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇടനിലക്കാരെ വെക്കുക, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് ശുപാർശകനെ വെക്കുക എന്ന ശിർക്കിന്റെ ഇനം. അത് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയല്ലേ? അവർ അള്ളാഹുവിന്റെ സ്ഥാനത്തിന് ഒരു ഉന്നതമായൊരു അവസ്ഥ കൊടുത്തിട്ട് ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടനിലക്കാരെ സ്വീകരിക്കുകയല്ലേ എന്ന അവരുടെ വാദം, അതിനുള്ള മറുപടി. അതുപോലെ തന്നെ ശിർക്ക് എന്തുകൊണ്ടാണ് ഇത്ര വലിയ അപകടമായത് എന്നതും, ഒരിക്കലും പൊറുക്കപ്പെടാത്ത ശാശ്വതമായ നരകശിക്ഷ ലഭിക്കുന്നതിനുള്ള കാരണം എന്താണ്? അതിന്റെ മറുപടിയായി ഷിർക്കിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ്, ഷിർക്ക് എന്താണ്, അതിന്റെ ഗൗരവം എന്താണ്? ഷിർക്ക് എന്ന് പറഞ്ഞാൽ തശ്ബീഹ്, അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തലാണ്. അതിനുള്ള അത് ഒരു പേര് കൊണ്ട് സാദൃശ്യപ്പെടുത്തുന്നത് വരെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെയധികം വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഷാഹിൻ ഷാഹ് എന്ന പേര്, അതുപോലെ മലിക്കൽ അംലാഖ് എന്നുള്ള പേരുകൾ ഒരു മനുഷ്യന്, ഒരു അടിമക്കിടുന്നത് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ കടുത്ത കോപമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, ഇതിനോട് തുടർന്ന് തന്നെ പറയുന്ന വിഷയം, ഈ ഇടനിലക്കാരെ സ്വീകരിക്കുന്ന ആളുകൾ അവരത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവരത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നതാണ്. അത് പറയുന്നത് ഇസാഅത്തു ദന്നി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ ചിന്തയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ ധാരണ അത് തെറ്റായതുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ ഇടനിലക്കാരെ സ്വീകരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും അള്ളാഹുവിലേക്ക് ഇടനിലക്കാരെന്ന നിലക്കോ ശുപാർശകരെന്ന നിലക്കോ ഷിർക്കിൽ അവരകപ്പെടില്ലായിരുന്നു. അതാണ് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തുടങ്ങുന്നത് ഇദാ തബയ്യന ഹാദാ ഫഹാഹുനാ അസ്ലുൻ അളീമുൻ യക്ശിഫു സിർറൽ മസ്അല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഷിർക്കും ഷിർക്കിന്റെ ഇനങ്ങളൊക്കെ നിനക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം, അഥവാ ഇടനിലക്കാരെ വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം, അത് വ്യക്തമാക്കുന്ന കാര്യമാണ് ഇനി പറയുന്നത്. വഹുവ അന്ന അഅ്ളമ ദുനൂബി ഇൻദല്ലാഹി ഇസാഅത്തു ദന്നി ബിഹി. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയൊരു തിന്മ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്തയാണ്. അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത എന്ന് പറഞ്ഞാൽ അത് കാരണമാണ് ശിർക്ക് ചെയ്യുന്നത്. എല്ലാ മുശ്രിക്കും എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും മോശം ചിന്ത വെച്ച് പുലർത്തുന്നവനാണ്. ആ മോശം ചിന്ത ഉള്ളത് കൊണ്ടാണ് അവൻ ശിർക്കിലാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് വലിയ തിന്മയായിട്ട് പറയുന്നത്. ഫൈനൽ മുസീഅ ബിഹി ظن قد ظن به خلاف كماله المقدس وظن به ما يناقض اسماءه وصفاته. അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വെക്കുന്നവൻ അള്ളാഹുവിന്റെ പരിപൂർണമായ ആ പരിശുദ്ധിക്ക് എതിരായിട്ടുള്ള ചിന്തയാണ് വെക്കുന്നത്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ തകർത്ത് കളയുന്ന ചിന്തയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വെക്കുന്നവരെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അലൈഹിം ദാഇറത്തുസ് സൗ വഗളിബ അല്ലാഹു അലൈഹിം വലഅനഹും വഅദ്ദ ലഹും ജഹന്നം വസാഅത് മസീറ. അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വെച്ച് പുലർത്തിയിട്ട് ആളുകൾ പറയാണ് അവരെയാണ് ഏറ്റവും മോശം ചുറ്റി പൊതിഞ്ഞിട്ടുള്ളത്, തിന്മകൾ പൊതിഞ്ഞിട്ടുള്ളത്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹു കോപിച്ചിട്ടുണ്ട്, അള്ളാഹു ശപിച്ചിട്ടുണ്ട്, നരകമാണ് അവർക്കുള്ള സ്ഥലം. അതുപോലെ സൂറത്തുൽ ഫുസ്സിലത്തിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വദാലികും വന്നുകുമുല്ലദീ വനൻതും ബിറബ്ബികും അർജാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ചിന്ത വെച്ച് പുലർത്തിയ ആളുകളെ പറ്റി പറയാം, അത് നിങ്ങളുടെ വെറും ഊഹാണ്, അത് നിങ്ങൾക്ക് നഷ്ടാണ് ഉണ്ടാക്കി തരുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഖൗമിനോട്, തന്റെ സമൂഹത്തിനോട്, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്, അഥവാ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ഇലാഹുകളെ കാണിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നത് എന്താണ്? മാദാ തഅബുദൂൻ, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? ഐഫ്കൻ ആലിഹതൻ ദൂനല്ലാഹി തുരീദൂൻ, അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ വെച്ച് മോശമായ കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫമാ വന്നുക്കും
ബിറബ്ബിൽ ആലമീൻ. എന്താണ് നിങ്ങളുടെ ചിന്ത? റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുള്ളത്? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഏറ്റവും നല്ല വാക്കുകളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ സമൂഹത്തിനോട് പറഞ്ഞത്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനാണ്, എനിക്ക് വഴി കാണിച്ചവനാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നവനാണ്, എന്നെ ഭക്ഷിപ്പിക്കുന്നവനാണ്, എന്നെ കുടിപ്പിക്കുന്നവനാണ്. അതുപോലെ തന്നെ എനിക്ക് രോഗം വന്നാൽ, ഞാൻ രോഗിയായാൽ അത് ശിഫയാക്കുന്നവനാണ്, എന്നെ മരിപ്പിക്കുകയും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നാളെ പരലോകത്ത് എന്റെ പാപങ്ങൾ പുറത്തു നൽകപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവനാണ് അള്ളാഹ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല വാക്കാണ്. ഇവിടെ പറഞ്ഞ വിഷയം, ഷിർക്ക് ചെയ്യുന്നവർ, അള്ളാഹുവിലെ പങ്കു ചേർക്കുന്നവർ, അള്ളാഹുവിന് ഇടനിലക്കാരെ സ്വീകരിക്കുന്നവർ, അള്ളാഹുവിലേക്ക് ശുപാർശകരെ സ്വീകരിക്കുന്നവർ, ഷിർക്കിന്റെ ഏതിനം ചെയ്യുന്നവരാണെങ്കിലും അവർ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും മോശപ്പെട്ട ചിന്തയാണ് അവർ വെച്ചു പുലർത്തിയിട്ടുള്ളത്. കാരണം അള്ളാഹു ആരാണ്? ഇബ്നു ഖയ്യിം പറയാണ്, ഫലൗ ബനൻതും ബിഹി മാ ഹുവ അഹ്ലുഹു മിൻ അന്നഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവനാണ്. വഅലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഅന്നഹു ഗനിയ്യുൻ അൻ കുല്ലി മാ സിവാ, മറ്റെല്ലാരെക്കാളും നിരാശ്രയനാണ്. വകുല്ലു മാ സിവാഹു ഫഖീറുൻ ഇലൈഹി, മറ്റെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വഅന്നഹു ഖായിമുൻ ബിൽ ഖിസ്തി അലാ ഖൽഖ്, സൃഷ്ടികളുടെ മേലെ നീതിപൂർവ്വം കാര്യങ്ങൾ നടപ്പിലാക്കുന്നവനാണ്. വഅന്നഹുൽ മുൻഫരിദു ബിതദ്ബീരി ഖൽഖിഹി ലാ യശ്റകുഹു ഫീഹി ഗൈറു, സൃഷ്ടികളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മുദബ്ബിർ അല്ലാഹു മാത്രമാണ്, ഒരു പങ്കുകാരനുമില്ല. വൽ ആലിം ബിതഫാസീൽ ഉമൂർ, എല്ലാ കാര്യവും ഗോപ്യമായി വേർതിരിച്ചറിയുന്നവനാണ് അവൻ. ഫലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തുൻ മിൻ ഖൽഖി, സൃഷ്ടികളുടെ ഒരു രഹസ്യം പോലും അല്ലാഹുവിൽ നിന്ന് മറഞ്ഞു വെക്കാൻ സാധിക്കില്ല. വൽ കാഫി ലഹും വഹ്ദ, അവർക്കെല്ലാവർക്കും അല്ലാഹു മതിയായവനാണ്. ഫലാ യഹ്താജ് ഇലാ മുഅയ്യിൻ, മറ്റൊന്നിലേക്കും അല്ലാഹു ആവശ്യക്കാരനല്ല. വറഹ്മാനു ബിദാതിഹി, ദാത്ത് കൊണ്ട് അല്ലാഹു റഹ്മാനാണ്. ഫലാ യഹ്താജു ഫീ റഹ്മതിഹി ഇലാ മൻ യസ്തഅതിഫുഹു, മറ്റൊരു കൃപ കാണിക്കേണ്ട, അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാരുണ്യം കാണിക്കേണ്ട ഒരാളിലേക്ക് അള്ളാഹു ആവശ്യക്കാരനല്ല. വഹാദാ ബിഖിലാഫിൽ മുലൂകി വഗൈരിഹിം മിൻ റുഅസാ, ദുനിയാവിലുള്ള മറ്റ് രാജാക്കന്മാരൊക്കെ എടുത്തു കഴിഞ്ഞാലും അവർക്ക് മറ്റാരെങ്കിലൊക്കെ എന്ത് വേണ്ടി വരും? ഒരു കാരുണ്യ സഹായം വേണ്ടി വരും. പക്ഷെ അള്ളാഹുവിന് എന്തല്ല, ആ തരത്തിലുള്ള ഒരു ആവശ്യമില്ല. അങ്ങനെ കുറെ അള്ളാഹുവിനെ പറ്റി, പിന്നെ അള്ളാഹുവിന്റെ കഴിവിനെയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, അള്ളാഹുവിന്റെ മഹത്വവും സ്ഥാനവും എല്ലാം പറയുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ തരത്തിൽ കഴിവുള്ളവനും പൂർണ്ണതയുള്ളവനുമാണ്. എന്നിട്ട് പറയാണ്, ഫഅമ്മൽ ഖാദിറു അലാ കുല്ലി ഷൈ, എല്ലാത്തിനും കഴിവുള്ളവനായിട്ടുള്ളവനായ, അൽ ഗനിയ്യു ബിദാതിഹി അൻ കുല്ലി ഷൈ, ദാത്ത് കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും നിരാശ്രയനായിട്ടുള്ള, ദാത്ത് പറഞ്ഞാൽ അസ്തിത്വപരമായിട്ട് തന്നെ, അൽ ആലിമി ബികുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവനായ, അർ-റഹ്മാനു അർ-റഹീമു അല്ലദീ വസിഅത് റഹ്മതുഹു കുല്ല ഷൈഇൻ, എല്ലാ കാരുണ്യത്തിലെല്ലാം ഉൾക്കൊള്ളാവുന്ന അത്ര വിശാലമായ റഹ്മാനും റഹീമുമായിട്ടുള്ള, അങ്ങനെയുള്ള അള്ളാഹു, ഫഇദ്ഖാലുൽ വസായിതി ബൈനഹു വബൈന ഖൽഖിഹി നഖ്സും ബിഹഖി റുബൂബിയതിഹി വഇലാഹിയതിഹി വതൗഹീദിഹി, ഈ അള്ളാഹുവിലേക്ക് ഒരു ഇടനിലക്കാരനെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റുബൂബിയത്തിനും ഉലൂഹിയത്തിനും തൗഹീദിനും ന്യൂനതയായിട്ട് കുറവായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ആവശ്യമില്ല. ഇത്രയധികം വിശാലമായിട്ടുള്ള കഴിവുള്ള ഈ അള്ളാഹുവിലേക്ക് പിന്നെ ഒരു ഇടനിലക്കാരനെ വെക്കുക എന്നുള്ളത് ഒരാവശ്യവുമില്ലാത്ത കാര്യമാണ്. വവന്ന ബിഹി വന്നസൂ, അവർ അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്തയാണ് വെച്ചിട്ടുള്ളത്. അഥവാ ഇങ്ങനെയുള്ള അള്ളാഹുവിലേക്ക് വീണ്ടും അടുക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട ഒരു ചിന്തയാണ്. വഹാദാ യസ്തഈലു അയ്യശ്റഉഹു ലിഇബാദി, ഒരിക്കലും ഇതുപോലൊരു കാര്യം അള്ളാഹു ശർഇൽ പഠിപ്പിക്കൂല. നേരത്തെ ചോദിച്ചിട്ടുണ്ട്, അള്ളാഹു ഇത് ശർആക്കിയതാണോ എന്ന നിലക്ക് ആളുകൾ ഇത് ശർആക്കപ്പെട്ടതാണെന്ന് പഠിപ്പിക്കുന്നത് കാണാം ശിർക്കിന്റെ ആളുകൾ. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ശർആക്കൂല. വയംതനിഉ ഫിൽ ഉഖൂലി വൽ ഫിത്രി ജവാസുഹു, ഇനി ഇങ്ങനെ ഒരു കാര്യം അനുവദനീയമാകും എന്നുള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യന്റെ ബുദ്ധിക്ക് തന്നെ തള്ളാവുന്ന ഒരു കാര്യമുള്ളൂ. നോർമലായിട്ട് അള്ളാഹിനെ മനസ്സിലാക്കുന്ന ഒരാൾ, ഒരു സ്വഹീഹായ ബുദ്ധിയുള്ള ഒരാൾ, അയാൾ പറയും അള്ളാഹുലേക്ക് അടുക്കാൻ ഇടനിലക്കാരനെ വേണമെന്ന്? അയാൾ പറയില്ല. വഖുബ്ഹു മുസ്തഖിറൻ ഫിൽ ഉഖൂലി സലീമ ഫൗക കുല്ലി കബീഹിൻ, ചിന്തിക്കുന്ന ഏതൊരാൾക്കും, ഒരു നേരായ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും അള്ളാഹുവിലേക്ക് പിന്നെ ഇടനിലക്കാരനെ വെക്കുക എന്നുള്ളത് അത് മോശപ്പെട്ട മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നല്ല രീതിയിൽ നാം തഅദീം ചെയ്യുകയാണ് വേണ്ടത്.
എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവിൽ നിന്നും ഉന്നതനായി ഒരിടനിലക്കാരൻ ആവശ്യമില്ലാത്ത വിധം അള്ളാഹുവിനോട് ദുആ ചെയ്യാനും സഹായം തേടാനും അള്ളാഹു മതിയായവനാണ് എന്ന നിലക്ക് അള്ളാഹു നല്ലൊരു ഉപമയിലൂടെ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ അള്ളാഹു സൂറത്തുർ റൂമിലെ 28-ാമത്തെ ആയത്തിൽ ചോദിക്കുകയാണ്, ضرب لكم مثلا من انفسكم. അള്ളാഹു ഇതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉപമ പറഞ്ഞു തരാണ്. ഈ ശിർക്കിന്റെ ഇടനിലക്കാരെ വെക്കുന്ന ആളുകൾക്ക് ഒരു ഉപമ പറഞ്ഞു തരാം. هل لكم مما ملكت ايمانكم من شركاء فيما رزقناكم فانتم فيه سواء تخافونهم كخيفتكم انفسكم. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവോ? നിങ്ങൾക്ക് അടിമകളുണ്ട്, അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ക്, ഒരു യജമാന് നൽകിയ റിസ്ക് അതേപോലെ തന്നെ അടിമയും പങ്കുകാരി ചേരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവോ? നിങ്ങളത് ഭയപ്പെടൂലെ നിങ്ങളുടെ സ്വന്തത്തില്? കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅഖിലൂൻ. അള്ളാഹു ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഉപമ വിശദീകരിക്കുകയാണ്. അതായത് ഒരു യജമാനുണ്ട്, യജമാന് അടിമകളുണ്ട്. ആ യജമാനിന്റെ സമ്പത്ത് അതുപോലെ അടിമകളും പങ്കുകാരാവണമെന്ന് ഏതെങ്കിലും മനുഷ്യൻ ആഗ്രഹിക്കുമോ? ഇല്ല, ഒരിക്കലും ആഗ്രഹിക്കില്ല. റിസ്കിന്റെ വിഷയത്തിൽ പോലും അത് ആഗ്രഹിക്കില്ല, അവന്റെ സ്വത്തിന്റെ കാര്യത്തിൽ പോലും അത് ആഗ്രഹിക്കില്ല. അപ്പൊ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു പങ്കുകാരായിട്ട് ഒരു ഇടനിലക്കാരെ വെക്കുന്നവൻ എത്ര വലിയ അബദ്ധമാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ എത്ര വലിയ ഒരു അബദ്ധത്തിലാണ് അവർ ചെന്ന് ചാടുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഫമൻ സഅമ ദാലിക ഫമാ ഖദറനി ഹഖ്ഖ ഖദ്രി. അള്ളാഹു ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ആരെങ്കിലും ഇതുപോലെ അള്ളാഹുലേക്ക് ഒരു പങ്കുകാരൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു പറയാണ്, എന്നെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് സ്ഥാനം നൽകേണ്ട പോലെ സ്ഥാനം നൽകിയിട്ടില്ല. ഒരിക്കലും സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു വസ്തുവോ വ്യക്തിയോ അള്ളാഹുവിനോട് ഒരു തരത്തിലും സാമ്യതപ്പെടുത്താൻ സാധിക്കാത്തതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ് ഈ ആയത്ത്, ശിർക്കിന്റെ ആ നിരർത്ഥകത ബോധ്യപ്പെടുത്തി തരുന്ന ആയത്ത്. അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ضرب مثل فاستمعوا له. ഇതാ ഒരു ഉപമ പറയപ്പെടുകയാണ്, നിങ്ങളൊന്ന് കേൾക്കണം. ഒരു ഉപമ ഇതാ പറയുന്നു, നിങ്ങളത് കേട്ട് മനസ്സിലാക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ, ലൻ യഖ്ലുഖൂ ദുബാബ, അവരൊരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. വലൗ ഇജ്തമഊ ലഹ്, അതിന് അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും. وَإِنْ يَسْلُبُهُمُ الذُّبَابُ شَيْئًا لَا يَسْتَنْقِذُوهُ مِنْهُ. ഇനി ഒരു ഈച്ച അവരിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് അവർക്ക് നൽകാൻ പോലും സാധിക്കില്ല. മറ്റുള്ള ജീവികളെക്കാൾ ഈച്ചയുടെ പ്രത്യേകത പറഞ്ഞാൽ, ഈച്ച എന്തെങ്കിലും വസ്തുവിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഇരിക്കുന്ന കാലുകളിലൂടെ വലിച്ചെടുക്കുക. അത് പറ്റി പിടിക്കുകയല്ലേ ചെയ്യുക, നേരെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ചെയ്യുക, നേരെ ശരീരത്തിലേക്ക് അത് ലയിച്ചു പോകും. ഈച്ച എന്തെങ്കിലും സാധനത്തിൽ ഇരുന്നിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ നേരെ ശരീരത്തിലേക്ക് ലയിച്ചു പോകും, അവന് വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരു ഈച്ച അവരിൽ നിന്നൊരു സാധനം എന്തെങ്കിലും എടുത്താൽ അത് തിരിച്ചെടുക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. ലാ യസ്തൻഖിദൂഹു മിൻ ളഅഫ ത്വാലിബു വൽ മത്ലൂബ്. തേടുന്നവനും ദുർബലനാണ്, തേടപ്പെടുന്നവനും ദുർബലനാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണത്. അതുകൂടി സാധിക്കാത്ത ആളുകളോടാണ് തേടുന്നത്, അപ്പൊ തേടപ്പെടുന്നത്. അപ്പൊ തേടുന്നതിന്റെ അവസ്ഥ എന്താണ്? മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. ഇതാണ് വിഷയം. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖവിയ്യാണ്, ശക്തനാണ്, അസീസാണ്, പ്രതാപിയാണ്, അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ സൂറത്തു സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം ഈ മുശ്രിക്കീങ്ങൾ കണക്കാക്കിയിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ. ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീൻ. ആകാശങ്ങളും ചുരുട്ടിപ്പിടിച്ച അവസ്ഥയിൽ അള്ളാഹുവിന്റെ വലത് കയ്യിലുണ്ടാകും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഈ വമാ ഖദറുല്ലാഹി ഹഖ്ഖ ഖദ്രിഹി എന്നുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മേലെ പാരായണം ചെയ്യുമ്പോൾ മിമ്പർ വിറച്ചു പോകുമാര് പാരായണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂത പണ്ഡിതന്മാർ അള്ളാഹു നാളെ പരലോകത്ത് ഒരു കയ്യിൽ മണ്ണും വെള്ളവും ഭൂമിയും ആകാശവും എല്ലാം ഓരോ വിരലിലായിക്കൊണ്ട് ചുരുട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്തിട്ടുണ്ട്. കാരണം അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. മുശ്രിക്കീങ്ങളുടെ അവസ്ഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ചിന്തിക്കണം. അള്ളാഹുവിനെ കുറിച്ച് സൂഅ് തന്നെ ചെറിയ അംശത്തിൽ ഈമാനുള്ള ആളുകളിൽ ഉണ്ടാകാം.
അത് അങ്ങേയറ്റമാണ് ശിർക്കിന്റെ. അപ്പൊ അള്ളാഹുവിന് നമ്മൾ എന്ത് വിലയാണ് കൊടുക്കുന്നത്, എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അള്ളാഹുവിന് കൊടുക്കേണ്ട മുറപ്രകാരം പരിഗണിക്കാത്ത, മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കാത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് ചെറിയതായിട്ട് പറയാണ്. നമ്മൾ കൂടുതൽ വായിക്കുന്നില്ല, ഇങ്ങനെ പറയാം. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ അയച്ചിട്ടില്ല, കിതാബുകൾ ഇറക്കിയിട്ടില്ല, അള്ളാഹു ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടില്ല എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന്റെ അഫ്ആലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെക്കാൾ ഉന്നതനാണ് എന്നുള്ളതും അങ്ങനെ എന്തെല്ലാം നാമഗുണ വിശേഷണങ്ങളുണ്ടോ അത് മനസ്സിലാക്കാത്തവൻ, അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കാത്തവൻ, അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഇനിയൊരു അടിമ പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ജബരിയാക്കുള്ള വാദം, അള്ളാഹു മനുഷ്യരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുകയാണ്, എല്ലാം അള്ളാഹുവിന്റെ ഖദർ തീരുമാനിക്കപ്പെട്ടതാണ്, മനുഷ്യൻ നിർബന്ധിതനായിട്ട് അത് ചെയ്യുകയാണ്, എന്നിട്ട് അള്ളാഹു അതിന്റെ മേലെ ശിക്ഷിക്കുകയാണ്. ജബരിയാക്കൾക്ക് അങ്ങനെ വാദമുണ്ട്. ഖദറിന്റെ വിഷയത്തിൽ പഴച്ചൊരു വിഭാഗമാണ് ജബരിയാക്കൾ എന്ന് പറയുന്നത്. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് മനുഷ്യർ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അള്ളാഹു തീരുമാനിച്ച് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. നമുക്ക് സ്വന്തമായി ചെയ്യാൻ ഒരു കഴിവോ ഉദ്ദേശമോ തീരുമാനമോ ഒന്നില്ല. എന്നിട്ട് അള്ളാഹു ഇതിന്റെ പേരിൽ തിന്മ ഒരാൾ കള്ളുപിടിച്ചു, അത് അള്ളാഹു നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഒരാള് വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അത് അള്ളാഹു നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. എന്നിട്ട് അതിന്റെ പേരിൽ അള്ളാഹു അടിമയെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ ജബരിയാക്കൾ വളരെ പിഴച്ചവാദമാണ്. ഖദറിനെ നിഷേധിക്കുന്നതിനേക്കാൾ വലിയ പിഴച്ചവാദമാണ് ഈ വാദം. ഈ അള്ളാഹ് നിർബന്ധിച്ച് ചെയ്യിക്കുക എന്നുള്ളത്, എന്നിട്ട് അള്ളാഹു ശിക്ഷിക്കുകയും എന്നിട്ട് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയും. ബുദ്ധിയുള്ള ആരെങ്കിലും പറയുന്നത് ഇല്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് തീരുമാനിക്കാൻ ഒരു കാര്യം ചെയ്യാനുള്ള ഉദ്ദേശം നമുക്കുണ്ട് എന്ന് നമുക്ക് അറിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാഹു ആ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വാദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഖദറിന്റെ വിഷയത്തിൽ മറ്റു പിഴച്ച ആളുകൾ അവരെല്ലാം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അലിയാണ്, ഉന്നതനാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകൾ, അള്ളാഹു ഉന്നതിയിലാണ് മുകളിലാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകൾ അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല. കാരണം ആയത്തുകളിലും ഹദീസുകളിലും വളരെയധികം തെളിവുള്ള കാര്യമാണ് അള്ളാഹു ഉന്നതനാണ്. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലുസ് സാലിഹു യർഫഉഹു, അള്ളാഹുവിലേക്ക് ഉയരുകയാണ് ഏറ്റവും നല്ല വാക്കുകളും കർമ്മങ്ങളും. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ് സുമ്മ യഅറുജു ഇലൈഹി, അള്ളാഹു ആകാശഭൂമിയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, പിന്നീട് കാര്യങ്ങൾ അവനിലേക്ക് ഉയരുന്നു. ഖുർആനിലും ഹദീസിലും ധാരാളം വന്നിട്ടുള്ള തെളിവുകളുള്ള കാര്യമാണ് അള്ളാഹു മുകളിലാണ് എന്നുള്ളത്. അങ്ങനെ അത് നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ട പോലെ ഇഷ്ടപ്പെടാത്തവരും അള്ളാഹുവിന്റെ കാരുണ്യത്തെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാത്തവരും അള്ളാഹുവിന്റെ തൃപ്തി, കോപം, ഹിക്മത്ത് അങ്ങനെ തുടങ്ങി എന്തെല്ലാം വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ടോ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചിട്ടുണ്ട്, അള്ളാഹു അന്ത്യനാളിൽ അള്ളാഹു വരുന്നവനാണ്, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിഷേധിക്കുന്നവൻ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി മറ്റു ചിലരുടെ വാദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്ത ആളുകളെയും തിന്മ ചെയ്ത ആളുകളെയും ഒരുപോലെയാക്കും. നന്മ ചെയ്ത ആളുകളെ നരകത്തിലിടും, തിന്മ ചെയ്ത ആളുകളെ സ്വർഗത്തിലിടും, അള്ളാഹു അനീതി കാണിക്കും എന്ന് പറയുന്ന ആളുകൾ അവരും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എത്രയോ ആയത്തുകൾ അള്ളാഹു ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു തആല ചോദിച്ചു, അം ഹസിബല്ലദീന ജിതറഹു സയ്യിആത്ത്, തിന്മകളിൽ മുഴുകുന്ന ആളുകൾ വിചാരിച്ചിരിക്കുകയാണോ أن تجعلهم كالذين آمنوا وعملوا الصالحات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. അള്ളാഹുവിനെ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളുടെ ജീവിതവും ഈ തിന്മ ചെയ്ത ആളുകളുടെ ജീവിതവും ഒരുപോലെ ആക്കുമെന്ന് അവർ വിചാരിച്ചിരിക്കുകയാണോ? അള്ളാഹുവിനെ കുറിച്ച് ഈ തരത്തിലുള്ള ധാരാളം മോശമായ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിരോധനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കാത്ത അത് ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട താഴ്മയും വിധേയത്വവും അള്ളാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും നൽകുന്നവർ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അള്ളാഹു അല്ലാത്ത എന്തിനെങ്കിലും ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തിനെങ്കിലും, അത് ഒരു മലക്കാവട്ടെ, നബിയാവട്ടെ, ജിന്നാവട്ടെ, പിശാചാവട്ടെ, കല്ലാവട്ടെ, മരമോ വസ്തുക്കളോ വ്യക്തികളോ എന്തോ ആവട്ടെ, അതെല്ലാം യഥാർത്ഥത്തിൽ ശൈത്താനുള്ള ഇബാദത്താണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇപ്പോ ചില ആളുകൾക്ക് ധാരണയുണ്ട്, അവർ ആരാധിക്കുന്നത് അള്ളാഹുവിന്റെ വലിയകളെയാണ്, അള്ളാഹുവിന്റെ റസൂലുകളെയാണ് എന്നവർ വിചാരിക്കുന്നു. പക്ഷെ അള്ളാഹു അല്ലാതെ എന്തിനെ ആരാധിച്ചാലും ആ ആരാധന ശരിക്കും എന്താണ്? ശൈത്താനെ ഇബാദത്ത് ചെയ്യലാണ്. അതാണ് അള്ളാഹു തആല പറയുന്നത്, നാളെ പരലോകത്ത് ചോദിക്കുന്നത്, അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅ്ബുദു ശൈത്താൻ. ഞാൻ നിങ്ങളോട് കരാറ് ചെയ്തതല്ലേ നിങ്ങൾ ശൈത്താനെ ഇബാദത്ത് ചെയ്യരുത്. കല്ലെന്നോ സൂര്യനെന്നോ ചന്ദ്രനെന്നോ ഖബർ എന്നോ വേറെ വ്യക്തികളെ വസ്തുക്കളെന്നോ അല്ല പറഞ്ഞത്. പിശാചിനെ ആരാധിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താണ് കാരണം? എന്തിനാരാധിച്ചാലും അത് പിശാചിനുള്ളതാണ്. പിശാച് തോന്നിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് തോന്നിപ്പിക്കും, ഞാൻ ഒരു വലിയനെയാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബറക്കത്തുള്ള ഒരു കല്ലിനെയോ മരത്തിനെയാണ് ആരാധിക്കുന്നത്. ആ നിലക്ക് അവർ തോന്നിപ്പിക്കുകയാണ്. അതിന് ഏറ്റവും ഉദാഹരണം എന്താണ്? ചില മുശ്രിക്കീങ്ങൾ അവർ മലക്കുകളെ ആരാധിക്കുമായിരുന്നു. അവർ പറയും ഞങ്ങൾ മലക്കുകളെ ആരാധിക്കുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ അവർ പിശാചുക്കളെ ആരാധിക്കുന്നത്. നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത് സൂറത്ത് സബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയൗമ യഹ്ശുറുഹും ജമീഅ ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون. നാളെ വിചാരണ സമയത്ത് മലക്കളോട് ചോദിക്കും, ദാ ഈ കൂട്ടർ നിങ്ങളെയാണ് ആരാധിച്ചിരുന്നത് എന്നവർ പറയുന്നുണ്ട്. മലക്കൾ പറയും, ഖാലു സുബ്ഹാനക്, അല്ലാഹ് നീ എത്ര പരിശുദ്ധനാണ്, അൻത വലിയുനാ മിൻ ദൂനിഹിം, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവരല്ല. ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ, അവര് ആരാധിച്ചിരുന്നത് ജിന്നുകളെയായിരുന്നു, പിശാചുക്കളെയായിരുന്നു. ആ പിശാചുക്കൾ അവർ മലക്കിനെയാണ് തോന്നിപ്പിച്ചതാണ് എന്ന് പറയും. അതായത് സൂര്യനെ ആരാധിക്കുകയാണെങ്കിലും നക്ഷത്രം ആരാധിക്കുകയാണെങ്കിലും ഈസാ നബീനെ ആരാധിക്കുകയാണെങ്കിലും മുസൈർ നബീനെ ആരാധിക്കുകയാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുകയാണെങ്കിലും നീ വലിയകളായിട്ട് അവർ കണക്കുകൂട്ടുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് ആവട്ടെ ബദവി ആവട്ടെ അങ്ങനെയുള്ള ഏതെല്ലാം ഇലാഹുകളെ ഈ കൂട്ടർ ആരാധിച്ചാലും ആ ആരാധന എന്താണ്? അത് ശൈത്താനുള്ള ആരാധനയാണ്, പിശാചുള്ള ഇബാദത്താണ്. നാളെ പരലോകത്ത് നരകത്തിലേക്ക് ആളുകളെ നയിക്കും. ആ നരകത്തിലേക്ക് ആളുകളെ നയിക്കുന്ന സമയത്ത് അവരെന്തിനെയാണോ ആരാധിച്ചിരുന്നത് ആ രൂപത്തിൽ ഓരോ പിശാചിനെ അവർ മുമ്പിലാക്കും. എന്നിട്ട് ആ പിശാചിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇവരെല്ലാവരും നരകത്തിൽ പോയി ചാടുക. ഇപ്പൊ തീയിനെ ആരാധിച്ചിരുന്ന ആളുകൾ മജൂസികളാണെങ്കിൽ ആ തീയിന്റെ രൂപത്തിൽ ഒരു പിശാചിനെ ആക്കും. എന്നിട്ട് അവര് നരകത്തിൽ. നസാറാക്കൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചവർ ഈസാ നബിയുടെ രൂപത്തിൽ ഒരു പിശാച് ഉണ്ടാവും, അതിനെ പിൻപറ്റിയിട്ടാണ് അവർ നരകത്തിൽ വിടുക. അങ്ങനെ ആരെയാണ് അവർ ആരാധിച്ചിരുന്നത് ആ കോലത്തിൽ ഒരു പിശാചിനെ ആക്കിയിട്ട് അവരെ പിൻപറ്റിയിട്ടാണ് അവർ നരകത്തിൽ വീഴുക. അപ്പൊ മനുഷ്യർ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവരാർക്ക് ചെയ്താലും അത് പിശാചിനുള്ള ഇബാദത്താണ്. എന്നിട്ട് ഈ വിഷയത്തിന്റെ അള്ളാഹുലേക്ക് ഇടനിലക്കാരെ വെക്കുന്നതിന്റെ ആ അവസ്ഥ, അതിന്റെ അവസാനം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഹാദിഹി ഇശാറത്തുൻ ലതീഫത്തുൻ ഇല സിർരി അല്ലദീ ലിഅജ്ലിഹി കാന അശ്ശിർകു അക്ബറുൽ കബായിർ ഇൻദല്ലാഹ്. ഈ കാര്യങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം, ഷിർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമാണ്. വഅന്നഹു ലാ യുഗ്ഫർ ബിഗൈരി തൗബതി മിൻഹു, അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടല്ലാതെ അള്ളാഹു അത് പൊറുക്കൂല. ഷിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടാൽ പിന്നെ അത് പൊറുക്കൂല. വഅന്നഹു യൂജിബുൽ ഖുലൂദ ഫിൽ അദാബ്, ശിക്ഷ ശാശ്വതമായിട്ട് അവരുടെ മേലെ ഈ ഷിർക്ക് കൊണ്ട് നിർബന്ധമാകും. വഅന്നഹു ലൈസ തഹ്രീമുഹു വഖുബ്ഹു ബിമുജറദി നഹിഅൻ ബൽ യസ്തഹീലു അല അല്ലാഹി സുബ്ഹാനഹു അൻ യശ്റഅ ലിഇബാദിഹി ഇബാദത ഇലാഹിൻ ഗൈറ, അല്ലാഹു ഒരിക്കലും തന്നെ അവന്റെ ശർഇൽ അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കപ്പെടുന്നത് നിയമമാക്കില്ല. കമാ യസ്തഹീലു അലൈഹി മാ യുനാഖിദു ഔസാഫ കമാലിഹി വനുഊത ജലാലിഹി, അള്ളാഹുവിന്റെ പരിപൂർണമായ വിശേഷണങ്ങൾക്കും ആ നാമങ്ങൾക്കും എതിരായിട്ട് എന്തെങ്കിലും വെക്കുന്നത് പോലെ അള്ളാഹു ചെയ്യില്ല. കൈഫ യുബന്നു ബിൽ മുൻഫരിദി ബിർറുബൂബിയ്യ വൽ ഇലാഹിയ്യ വൽ അളമതി വൽ ജലാലി അയ്യദന ഫീ മുശാറകതിഹി ഫിദാലിക ഔ യർളാ ബിഹി തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ. റുബൂബിയത്തിലും ഉലൂഹിയത്തിലും മഹത്വത്തിലും എല്ലാം ഏകനായിട്ടുള്ള അള്ളാഹു എങ്ങനെയാണ് ഈ ആരാധനയിൽ ഒരു പങ്കുകാരനെ വെക്കുക, എന്നിട്ട് അതിൽ തൃപ്തിപ്പെടുക? ഒരിക്കലും അത് ഉണ്ടാവില്ല. അള്ളാഹുവിലേക്ക് ഇടനിലക്കാരെ വെക്കുക എന്നുള്ളത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും മോശ ചിന്തയുള്ളതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ആ വാദം പറയുന്നത്. അവർ ദുനിയാവിലെ രാജാവിനെ പോലെയാണ് അള്ളാഹ് എന്ന അവരുടെ അറിവിന്റെ പരിമിതിയിലും അവരുടെ കഴിവിന്റെ പരിമിതിയിലും അവരുടെ ഉദ്ദേശത്തെ, അഥവാ ദുനിയാവിലെ രാജാവിന്റെ ഉദ്ദേശത്തെ ശുപാർശകൻ വഴി മാറ്റാം എന്ന് വിചാരിക്കുന്നത് പോലെ പരിപൂർണമായ കഴിവും അറിവുമുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മാറ്റാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അതിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഷിർക്ക് പോലെ തന്നെ അപകടകരമായ മറ്റൊരു കാര്യമുണ്ട്. ഷിർക്ക് പോലെ തന്നെ അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അത് അതിനോടൊപ്പം പറയാം. ഫലമ്മാ കാന അശ്ശിർകു അക്ബറ ശൈഇൻ
മുനാഫാതൻ ലിൽ അംരി അല്ലദീ ഖലഖ അല്ലാഹു ലഹുൽ ഖൽഖ്. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചതിൽ അതിൽ ഏറ്റവും അപകടം നിറഞ്ഞ കാര്യം ഷിർക്കാണ്, അഥവാ അവർ ചെയ്യുന്നതിൽ ഏറ്റവും അപകടം നിറഞ്ഞത്. അത് അള്ളാഹുവിന്റെ അടുക്കൽ വൻപാകമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള ഒരു കാര്യമാണ് അൽ കിബർ, അഹങ്കാരം എന്നത്. അഹങ്കാരം ഉണ്ടാവുക. ആ അഹങ്കാരവുമായി തുടർന്നുണ്ടാവുന്ന മറ്റു പല കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഒരാൾ ഷിർക്കിലും കുഫറിലും ഒക്കെ എത്തുന്നതിന്റെ ഒരു വശം അവൻ കിബർ ഉണ്ടാവുക എന്നുള്ളതാണ്. അതല്ലാതെയും കിബറും അതിന്റെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളും ഏറ്റവും വലിയ അപകടമാണ്. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മരണസമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് 2 കാര്യങ്ങളെ എതിർക്കുകയുണ്ടായി. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ആ 2 കാര്യങ്ങളിൽ ഒന്നെന്തായിരുന്നു? ഷിർക്കാണ്, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് പറഞ്ഞു. രണ്ടാമത്തെ നിഷേധിച്ച കാര്യം അത് കിബറാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, കിബറുള്ളവരാവരുത് എന്നുള്ളതാണ്. അത്രയും ഒരുമിച്ച് പറഞ്ഞ കാര്യങ്ങളാണത്. അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചു. അള്ളാഹു കിതാബുകൾ ഇറക്കി അള്ളാഹുവിനെ മാത്രം അനുസരിക്കണമെന്ന് പറയാൻ. ഷിർക്കും കിബറും എന്ത് ചെയ്യും? ഈ 2 കാര്യങ്ങളെയും എതിർക്കും. ഈ എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ അനുസരിക്കുന്നത് അതിനെ എതിർത്ത് നിൽക്കുന്ന കാര്യമാകും. അതുകൊണ്ടാണ് അള്ളാഹു തആല ഷിർക്കിന്റെയും കിബറിന്റെയും ആളുകളുടെ മേലെ സ്വർഗം ഹറാമാക്കിയത്. അഥവാ ഷിർക്ക് ചെയ്തവൻ ശാശ്വതമാണെങ്കിലും കിബറുള്ളവന് നേരിട്ട് സ്വർഗത്ത് കിടക്കാൻ സാധിക്കില്ല. ഫലാ യദ്ഖുലുഹാ മൻ ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കുണ്ടെങ്കിൽ അവൻ സ്വർഗത്ത് പ്രവേശിക്കില്ല. ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അത്ര ഗൗരവമുള്ള കാര്യമാണ് കിബർ. കാരണം മനുഷ്യന് യോഗ്യതല്ല. മനുഷ്യന് അള്ളാഹുവിനോട് കിബർ കാണിക്കാൻ, അഹങ്കാരം കാണിക്കാൻ മനുഷ്യന് യോഗ്യതല്ല. ഞാൻ എന്തിനാ അള്ളാഹിനെ അനുസരിക്കുന്നത്? ഞാൻ എന്തിനാ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നത്? ഞാൻ എന്റെ ജീവിതം നോക്കിയാൽ പോരെ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. അതാണല്ലോ ആളുകളുടെ ഒരു ചിന്ത. തിന്മ ചെയ്യുന്ന ആളുകളുടെ ചിന്ത എന്താ? എന്റെ ജീവിതമാണ്, എന്റെ ശരീരമാണ്, എന്റെ സമ്പത്താണ്, എന്റെ ആരോഗ്യമാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. ആരാണ് ചോദിക്കാൻ? എന്തിനാണ് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നത്? ആ ഒരു അഹങ്കാരാണല്ലോ ഉണ്ടാകുന്നത്. ആ ചോദ്യം ഉണ്ടല്ലോ. എന്താ അർഹതയുള്ളത് മനുഷ്യന്? ഒരു അർഹതയില്ല. ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും, അല്ലെങ്കിൽ കണ്ണിമ വെട്ടുന്നത് പോലും അവന്റെ നിയന്ത്രണത്തിലല്ല. ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റും ഇത്ര നേരം കണ്ണടക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല, സാധിക്കില്ല. അത്ര പോലും നിയന്ത്രണമില്ലാത്ത ഒരുത്തൻ അള്ളാഹുവിനോട് അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അത്ര വലിയ ധിക്കാരിയായിട്ടുണ്ടാകും. ഇനി അടുത്തത് പറയുന്നത് ഷിർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അതിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കേണ്ട അപകടം നിറഞ്ഞൊരു കാര്യമാണ് അൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽമിൻ ഫി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി. അള്ളാഹുവിന്റെ നാമങ്ങളിലോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലോ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലോ അറിവില്ലാതെ സംസാരിക്കുക എന്നത്. ഇത് മുൻഗാമികളുടെ സലഫുകളുടെ ചരിത്രം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സംഭവിച്ച വലിയൊരു പിഴവ് അസ്മാഉ സിഫാത്തിലാണ് വന്നിട്ടുള്ളത്. ഇസ്ലാമില് പിഴച്ച വിഭാഗങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വന്നു. അശരിയാക്കൾ വന്നു, ജഹ്മിയാക്കൾ വന്നു, മുഅ്തസിലാക്കൾ വന്നു, അതുപോലെ തന്നെ കറാമിയാക്കളുണ്ട്, കുല്ലാബിയാക്കളുണ്ട്, ഖറാമിത്തുകളുണ്ട്, ഖവാരിജുകളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും പഴച്ചത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിലാണ്. അത് സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാതെ അവരവരുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു, അവരുടേതായ ചിന്തകൾ കൊണ്ട് അവരതിനെ പറഞ്ഞു, അവരുടേതായ ബുദ്ധികൾ കൊണ്ട് അതിനെ അവർ വിശദീകരിച്ചു. വചനശാസ്ത്രവും ഇൽമുൽ കലാമും അതുപോലെയുള്ള കാര്യങ്ങൾ വെച്ച് അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അവർക്ക് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊണ്ടു, അല്ലാത്തത് തള്ളി. ഉൾക്കൊള്ളാൻ പറ്റിയത് തന്നെ അവരുടേതായ രീതിയിൽ ന്യായീകരിച്ചു. അള്ളാഹു അർശിന് മേൽ ഇസ്തിവാ ചെയ്തു എന്നുള്ളതിന് അവർ രൂപം ഉണ്ടാക്കി. അവര് ചില ആളുകൾ പറഞ്ഞു അതൊരു വജ്രത്തിന്റെ, അള്ളാഹിനെ പറ്റി പറഞ്ഞതാണ്, നഊദു ബില്ലാഹ്, ഒരു വജ്രം കൊണ്ടുള്ള ഒരു രൂപമാണ് അള്ളാഹ്. മറ്റു ചിലർ പറഞ്ഞു വെട്ടിത്തിളങ്ങുന്ന ഒരു സാധനമാണ്. മറ്റു ചിലർ ചില്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള രൂപമാണ്. മറ്റു ചിലർ സിംഹാസനത്തിന്റെ മേലെ കിരീടം വെച്ചിരിക്കുന്ന ഒരു രൂപമാണ്. ഇങ്ങനെല്ലാം അള്ളാഹിനെ പറ്റി പിഴച്ച ആളുകൾ പറഞ്ഞതും വാദിച്ചതുമായ കാര്യങ്ങളുണ്ട്. നഊദു ബില്ലാഹ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷണങ്ങളോ അതിനെക്കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള പാപമാണ്, ഗൗരവമുള്ള തിന്മയാണ്. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഅത്തല തഅ്തീൽ ചെയ്യുന്ന ആളുകൾ,
അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷണങ്ങളോ അള്ളാഹുവോ റസൂലോ സ്വഹാബികളോ മനസ്സിലാക്കാത്തയും പഠിപ്പിക്കാത്തയും പോലെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്ന എന്താ? ആ നാമത്തെയും വിശേഷണത്തെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. പഠിക്കണം. നമുക്ക് അറിയാത്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയോ പറയുകയോ ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ പിന്നെ ഏറ്റവും വലിയ മുഅത്തിലായിട്ടുള്ള നിഷേധിയായിട്ടുള്ള ഫിർഔനിന്റെ കൂട്ടാളിയാണാവുക. ഫിർഔനോട് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹിനെ പറ്റി പറഞ്ഞ ഫിർഔൻ ഹാമാനോട് പറഞ്ഞ എന്താ? മേലേക്ക് കയറി വെക്കാൻ ഒരു കാര്യം ഉണ്ടായിട്ടായോ? ഞാൻ ഒന്ന് എത്തി വെച്ച് നോക്കട്ടെ അള്ളാഹ് ആകാശത്തുണ്ടോ? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അലിയാണെന്ന് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഏറ്റവും ഉന്നതനാണ് എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ആ വിശേഷണത്തെയും ആ നാമത്തെയും നിഷേധിച്ചുകൊണ്ടാണ് ഫിർഔൻ പറയുന്നത് ഞാൻ ഒന്ന് എത്തി നോക്കട്ടെ ആകാശത്തേക്ക് അവിടെ അള്ളാഹ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു നാമവിശേഷണം നിഷേധിക്കുന്ന ആള് ഇമാമുൽ മുഅത്തില എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഫിർഔനെയാണ്, ഫിർഔന്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് ഷിർക്കിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽം. ഇബ്നു ഖയ്യിം പറയാണ് അൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽം വശിർക്ക് മുതലാസിമാൻ. രണ്ടും ഒരുമിച്ചുള്ള ഒരു കാര്യമാണ്. നമ്മൾ ബാക്കിയുള്ളത് ഇബാദത്തിന്റെ വിഷയത്തിൽ ഷിർക്ക് പറഞ്ഞപ്പോൾ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് അറിവില്ലാതെ പറയുക എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ എണ്ണപ്പെടുന്നത് ഇഅ്തിഖാദിയായിട്ട് ബിദ്അത്ത് എന്ന നിലക്കാണ്. അതായത് അള്ളാഹുവിന്റെ നാമമോ വിശേഷണമോ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ അല്ലാതെ വ്യാഖ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരുവൻ ചെയ്യുന്നത് ഇഅ്തിഖാദിയായിട്ടുള്ള ബിദ്അത്താണ്, വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിലെ ബിദ്അത്താണ്. ആ ബിദ്അത്ത് എന്നുള്ളത് പിശാചിന് തിന്മയേക്കാൾ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ ഒരാള് കള്ളുടിക്കുന്നുണ്ട്, തിന്മ ചെയ്യുന്നുണ്ട്. മറ്റൊരാള് അള്ളാഹു ഉന്നതനാണ് അലിയാണ് എന്നതിന് നിഷേധിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, പിന്നെ അള്ളാഹ് മേലെന്നല്ല, അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹ് പിന്നെ എല്ലാവരും കൽബിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്നു. ഖദർ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല, അതൊക്കെ നമ്മളായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവലാണ്. അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു വിശേഷണം നിഷേധിക്കുന്നു, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ നിഷേധിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ബിദ്അത്തുകാരനാണ്. അവന്റെ വിശ്വാസത്തിൽ ബിദ്അത്തുള്ളവനാണ്. ആ ബിദ്അത്തുള്ളവൻ ഇവിടെ കള്ളുടിക്കുന്നതോ കട്ടെടുക്കുന്നതോ കൊലപാതകം ചെയ്യുന്നവനേക്കാൾ അപകടം നിറഞ്ഞ വാദമാണ്. കാരണം അത് ശിർക്കിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ഇഅ്തിഖാദിയായ ബിദ്അത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത് അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഇബ്ലീസിന് തിന്മയേക്കാൾ ഇഷ്ടം ബിദ്അത്തുകളാണ്. ആളുകൾ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നതാണ്. ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ. തിന്മയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും? തൗബ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരാൾ കുറെ തിന്മ ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും? തെറ്റാണെന്നൊരു ബോധം ഉണ്ടാവും, തിന്മ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. പക്ഷെ ബിദ്അത്തായിട്ട് ഒരു കാര്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുക ഞാൻ അള്ളാഹിനെ തൻസീഹിയാണല്ലോ. ഇപ്പൊ അള്ളാഹ് ഒരു സ്ഥലത്ത് മേലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒരു സ്ഥലം ഉണ്ടായി കൊടുക്കലാണ്, ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് കണ്ണുണ്ട് കൈയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് അങ്ങനെ രൂപമൊന്നും ഉണ്ടാകും പറയാൻ പറ്റൂല, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവൻ ആയത്തിനെ ഹദീസിനെയാണ് നിഷേധിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവൻ നല്ലതാണെന്ന് വിചാരിച്ചാൽ ബിദ്അത്ത് വിശ്വസിക്കുക. അപ്പൊ തിന്മയേക്കാൾ ഗൗരവം ബിദ്അത്താണ്. വഖാല ഇബ്ലീസ്, ഇബ്ലീസ് പറഞ്ഞായിട്ട് ഒരു അസർ ഉലമാക്കൾ കൊടുക്കാറുണ്ട് ഈ കാര്യത്തെ അറിയിക്കുന്നത്. അഹ്ലക്തു ബനി ആദം ബിദ്ദുനൂബ്. മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് പാപങ്ങൾ കൊണ്ടാണ്. വഅഹ്ലകൂനി ബിൽ ഇസ്തിഗ്ഫാർ. മനുഷ്യൻ എന്നെ നശിപ്പിക്കുന്നതോ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. വബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടാണ് മനുഷ്യൻ എന്നെ നശിപ്പിക്കുന്നത്. ഫലമ്മാ റഅയ്തു ദാലിക ബസസ്തു ഫീമൽ അഹ്വാ. അപ്പൊ ഞാനത് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഇച്ഛകൾ അത് ഞാൻ അവർക്ക് കൂട്ടിക്കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി. ഫഹും യുദ്നിബൂന വലാ യതൂബൂൻ. അങ്ങനെ അവരെന്തായി? അവർ തിന്മ ചെയ്യും, പിന്നെ തൗബ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാതെയും. ലിഅന്നഹും യുഹ്സിനൂന അന്നഹും യുഹ്സിനൂന സൻആ. അവരെന്ത് വിചാരിക്കാൻ തുടങ്ങി? അവർ ചെയ്യുന്ന തിന്മകളും ബിദ്അത്തുകളെല്ലാം നല്ലതാണെന്ന് വിചാരിക്കാൻ തുടങ്ങി. അപ്പോ പാപത്തിനേക്കാൾ ഒരടിമയിൽ അപകടമുണ്ടാക്കുന്ന കാര്യമാണ് ബിദ്അത്ത്. പ്രത്യേകിച്ച് ഇഅ്തിഖാദിയായ ബിദ്അത്ത്. അമലിയായ ബിദ്അത്തുകൾ വേറെ ഉണ്ട്. ആ ഇഅ്തിഖാദിയായ ബിദ്അത്ത് തന്നെ അത് മുഫസ്സഖയും ഉണ്ടാവും, മുകഫറയും ഉണ്ടാവും. ബിദ്അത്തുകൾ ഒരാളെ ഫാസിഖാക്കി കളയുന്നുണ്ടാവും, തെമ്മാടിയാക്കുന്ന ബിദ്അത്തുകൾ ഉണ്ടാവും. എന്നാൽ ഒരാളെ കാഫിറാക്കുന്ന ബിദ്അത്ത് ഉണ്ടാവും. ഒരാൾ ഖബറിൽ പോയിട്ട് ഖബർ കിടക്കുന്ന ആളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യും, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്തുമാണ്, കാഫിറാകുന്ന ബിദ്അത്താണ്. എന്നാൽ അതേസമയം റസൂലുള്ളാഹി പഠിപ്പിക്കാത്തൊരു കർമ്മം ദീനിലുണ്ട്, അത് നോമ്പോ നിസ്കാരം ചെയ്താൽ ഫാസിഖാവുന്ന ബിദ്അത്താണ്. ബിദ്അത്തുകൾ രണ്ട് ടൈപ്പിലുണ്ട്. അപ്പോ ഈ വിശ്വാസപരമായിട്ടുള്ള ഈ ബിദ്അത്ത് ഇവിടെ പറയുന്നത് തിന്മയേക്കാൾ അപകടമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം അതിന്റെ അപകടം പറയാണ്. ബിദ്അത്തും തിന്മയും തമ്മിലുള്ള കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ബിദ്അത്തിന് അപകടം കൂടുതൽ എന്ന് പറയാണ്. വമഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്, അന്നൽ മുദ്നിബ ഇന്നമാ ദററുഹു അലാ നഫ്സി.
തിന്മ ചെയ്യുന്ന ഒരുത്തൻ അതിന്റെ ദോഷം ആർക്കാണ്? അവന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുത്തൻ ഒരു തിന്മ ചെയ്താൽ അതിന്റെ ദോഷം അവന് മാത്രമേ ഉള്ളൂ. വഅമ്മൽ മുബ്തദിഉ ഫദറഹു അലൻ നൗ. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്നവന്റെ ദോഷം എന്താണ്? അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഇനത്തിലാണ്, അവന്റെ സ്വന്തത്തിലല്ല ദോഷം. അവൻ എന്ത് പ്രവർത്തനമാണോ ചെയ്യുന്നത് ദീനിന്റെ ആ വിഷയത്തിലാണ് അവൻ തെറ്റ് ചെയ്യുന്നത്. അതാണ് ഒരു കാരണം. രണ്ടാമത്തേത് വഫിത്നത്തുൽ മുബ്തദിഇ ഫി അസ്ലിദ്ദീൻ. മുബ്തദിഇന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഉസൂലിലാണുള്ളത്. വഫിത്നത്തുൽ മുദ്നിബി ഫി ശഹ്വ. ഒരു തിന്മ ചെയ്യുന്നവന്റെ അപകടം എന്ന് പറഞ്ഞ ഫിത്ന എന്ന് പറഞ്ഞാൽ അവന്റെ ദേഹേച്ഛകൾ കൊണ്ടുള്ളതാണ്. വൽമുബ്തദിഉ ഖദ് ഖഅദ ലിന്നാസി അലാ സിറാത്തില്ലാഹിൽ മുസ്തഖീം യസുദ്ദുഹും അൻഹു. ഒരു മുബ്തദി യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീമിന് തടസ്സമായിക്കൊണ്ടാണ് നിൽക്കുന്നത്, ആളുകളെ ഹക്കിൽ നിന്ന് തടയാണ്. വൽമുദ്നിബു ലൈസ കദാലിക്. തിന്മ ചെയ്യുന്ന ആൾ അങ്ങനെയല്ല, ഓൻ അവന്റെ തിന്മ ചെയ്തിട്ട് നടക്കുകയാണ്, മറ്റുള്ളവരെ ഹക്കിൽ നിന്ന് തടയാൻ നിൽക്കുന്നില്ല. വൽമുബ്തദി ഖാദിഹുൻ ഫി ഔസാഫി റബ്ബി വകമാലിഹി. ബിദ്അത്തുകാരൻ അള്ളാഹുവിന്റെ വിശേഷണവും നാമത്തെയും പുച്ഛിക്കുകയാണ്, അതിനെ നിന്ദിക്കുകയാണ്. വൽമുദ്നിബു ലൈസ കദാലിക്. തിന്മ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നില്ല. ഒരാള് എന്തെങ്കിലും തിന്മ ചെയ്തു വെച്ചിട്ട് അള്ളാഹിന്റെ നാമങ്ങളും വിശേഷങ്ങളോ നിഷേധിക്കണില്ലല്ലോ, പക്ഷേ അല്ലാത്തൊരുത്തൻ അപകടമാണ്. വൽമുബ്തദിഉ മുനാഖിദുൻ ലിമാ ജാഅ ബിർറസൂൽ. ബിദ്അത്തുകാരൻ റസൂലുള്ള എന്താണോ കൊണ്ടുവന്നത് അതിനെ തകർക്കുന്ന, അതിനെതിരായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. വൽആസി ലൈസ കദാലിക്. തിന്മ ചെയ്യുന്ന ആൾ അങ്ങനെയല്ല. വൽമുബ്തദിഉ യഖ്തഉ അലന്നാസി ത്വരീഖൽ ആഖിറ. മുബ്തദി ബിദ്അത്തുകാരൻ ആളുകളെ പരലോകത്തിന്റെ മാർഗത്തിലേക്ക് തടയുന്നത്. വൽആസി ബതീഉസ് സൈരി ബിസബബി ദുനൂബിഹി. തിന്മ ചെയ്യുന്നവൻ എന്തേ ഉള്ളൂ? ആ യാത്രയിൽ കുറച്ച് കുറഞ്ഞു പോകുന്നു, സ്പീഡ് കുറയുന്നേ ഉള്ളൂ, പക്ഷെ അവൻ ആ യാത്രയിൽ തന്നെയാണ് ഉണ്ടാവുക. ബിദ്അത്തുകാരൻ ഒരിക്കലും പരലോകത്തേക്കുള്ള യാത്രയിൽ ഉണ്ടാവില്ല. അവൻ തിന്മ കാരണത്താൽ ഒന്ന് പിന്നിലാവും, പക്ഷെ ആ യാത്രയിൽ തന്നെ ഉണ്ടാകും. പല കാരണങ്ങൾ നോക്കിയാലും ബിദ്അത്താണ് സഹോദരങ്ങളെ തിന്മയേക്കാൾ അപകടം, പാപങ്ങളേക്കാൾ അപകടം. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇഅ്തിഖാദിയായിട്ടുള്ള ബിദ്അത്തുകൾ, അഥവാ ആളുകൾ പഴച്ചു പോയിട്ടുള്ള ഈ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ നാമഗുണ വിശേഷണങ്ങൾ സംഭവിച്ചിട്ടുള്ള പിഴവുകൾ, അതാണ് ഗൗരവം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ഒരാൾ സലഫി അല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാ? ഒരാള് അള്ളാഹുൽ വിശ്വസിക്കുന്നു, തൗഹീദ് ഉണ്ട്, സുന്നത്ത് ഉണ്ട്, സഹാബികൾ വിശ്വസിച്ച പോലെ കാര്യങ്ങൾ വിശ്വസിക്കുന്നു, സലഫു സ്വാലികളുടെ മാർഗം പിന്തുടരുന്നു. അവൻ കള്ളു കുടിച്ചാലോ വ്യഭിചരിച്ചാലോ കൊലപാതകം നടത്തിയാലോ അതുപോലെയുള്ള കട്ടെടുത്താലോ അതുപോലെ തിന്മകൾ ചെയ്താൽ അവൻ സലഫി അല്ലാതെ പറയാൻ അവകാശം നമുക്കില്ല. ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ ഒരാൾ സലഫിയത്ത് നിന്ന് പുറത്താവില്ല. സലഫിയത്ത് നിന്ന് ഒരാൾ പുറത്താവണം എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവൾ ഈമാൻ കുറഞ്ഞവനാണ് പറയാം, അവൻ ഈമാൻ കുറവാണ്, സലഫിയത്തിന്റെ മാർഗത്തിനോട് യോജിക്കുന്നതിൽ കുറവാണ്, ദുർബലത വന്നിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ ഒരുത്തന്നെ സലഫിയത്ത് നിന്ന് പുറത്താക്കാൻ പറ്റൂല. ഒരാൾ സലഫിയത്ത് നിന്ന് പുറത്താകണമെങ്കിൽ അവന് എന്ത് സംഭവിക്കണം? ബിദ്അത്ത് സംഭവിക്കണം. ബിദ്അത്ത് സംഭവിച്ചാലാണ് ഒരാൾ സലഫിയത്ത് നിന്ന് പുറത്താവുക. പല ആളുകൾക്കും ആ ഒരു തെറ്റായ ധാരണ ഉണ്ട്. ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും ഇതെന്ത് സലഫിയാണ്, സലഫികൾക്ക് തിന്മ പറ്റൂല എന്നുണ്ടോ? അങ്ങനെ വല്ല കായികയുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. സ്വഹാബികളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? സ്വഹാബികളായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ഷഹ്വാനിയായിട്ടുള്ള തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്? മനുഷ്യരാണ്, സംഭവിക്കും. പക്ഷെ സലഫിയത്ത് നിന്ന് ഒരാൾ പുറത്താകുന്നത് അവൻ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള ഒരു വിശ്വാസം അത് പഴക്കുമ്പോഴാണ്. അള്ളാഹു അലി അല്ല, അള്ളാഹു അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ സലഫി അല്ല നമുക്ക് പറയാം. ഒരാൾ കള്ളുടിച്ച് നമ്മളവൻ സലഫി അല്ല എന്ന് പറയില്ല. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകൾ അത് ഇന്നതുപോലെയാണ് എന്ന് തശ്ബീഹ് ചെയ്ത് പറഞ്ഞു, മനുഷ്യന്റെ കൈ പോലെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കണ്ണ് ഇന്നൊരു ജീവിയുടെ കണ്ണ് പോലെയാണെന്ന് പറഞ്ഞാൽ അവൻ സലഫി അല്ല നമ്മൾ പറയും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തെ നിഷേധിച്ചാൽ അവൻ സലഫിയത്ത് നിന്ന് പുറത്താ പറയും, പക്ഷെ ഒരു തിന്മ ചെയ്താൽ പറയില്ല. എത്രയോ ഉദാഹരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു വ്യക്തി മദ്യപിക്കുമായിരുന്നു. അബ്ദുള്ള എന്നാണ് പേര്, ആളുകൾ ഹിമാർ എന്ന് വിളിക്കുമായിരുന്നു. അദ്ദേഹം ഒരുപാട് തമാശ പറയുന്ന ആളായിരുന്നു, ഖയ്യാത്തായിരുന്നു, തുന്നുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രങ്ങൾ തുന്നി കൊടുക്കുമായിരുന്നു. ഇടക്കിടക്ക് മദ്യപിക്കും. മദ്യപിച്ചു കഴിഞ്ഞാല് റസൂലുള്ളാഹിന്റെ കൊണ്ടുവരും, ഹജ്ജ് നടപ്പിലാക്കും, ചാട്ടവാറടി നടപ്പിലാക്കും. കുറച്ചു കാലം നല്ല രീതിയിൽ വീണ്ടും സഹാബകളൊപ്പം വരും, വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞ് എവിടെയും പോയി മദ്യപിക്കും, വീണ്ടും ഹജ്ജ് നടപ്പിലാക്കും. അങ്ങനെ കുറെ വട്ടമായപ്പോ ഒരിക്കൽ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞപ്പോ വേറെ സഹാബി പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ പറഞ്ഞു, എത്ര തവണ ഈ വരുന്നത്, അള്ളാഹ് ശപിക്കട്ടെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അവൻ അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടമുള്ളവനാണ്. അവനെ അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടമുള്ളവനായിട്ടല്ല ഞാൻ കണ്ടിട്ടില്ല. അതായത് അവന്റെ ഈമാനിന്റെ അസ്ലിനെ അവൾ അംഗീകരിച്ചിട്ടുണ്ട്, ഈമാനിന്റെ അസ്ലിനെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഷഹ്വാനിയായ തിന്മകളല്ല ബിദ്അത്തിനേക്കാൾ ഗൗരവമുള്ളത്. നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ പൊതുവെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷിർക്കിനെ വെച്ച് നോക്കിയാൽ പോലും അതിനേക്കാൾ വലിയ തിന്മകളാണെന്ന് പറയും. തിന്മകളെ നിസ്സാരവൽക്കരിക്കുകയല്ല,
പക്ഷേ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും അതിനേക്കാൾ എന്തിന്റെ തിന്മകളെ നമ്മൾ ഗൗരവത്തിൽ കാണുന്നു. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ഏറ്റവും വെറുപ്പുണ്ടാകേണ്ടത് ശിർക്കിനോടും ബിദ്അത്തുകളോടാണ്. എന്നിട്ടാണ് തിന്മകളോടുള്ള വെറുപ്പുണ്ടാകേണ്ടത്. അപ്പോൾ ഈ രണ്ട് അടിസ്ഥാന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഒരു മുബ്തദി പരലോകത്തെ നശിപ്പിച്ചു കളയും. ഒരു ആസി തിന്മ ചെയ്യുന്നവൻ അവന്റെ യാത്രയിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ കുറച്ച് കുറഞ്ഞു പോയാലും അവൻ ആ യാത്രയിൽ തന്നെ യഥാർത്ഥ മൻഹജിലാണെങ്കിൽ തുടരുന്നവനാണ്. ഒരിക്കലും അവൻ രക്ഷപ്പെട്ടേക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മുബ്തദി അങ്ങനെയല്ല, അവൻ വൻ പിഴവിലാണ്. ഇനി അടുത്തത് ഇപ്പൊ നമ്മള് പാപങ്ങളെ പറ്റി പറയുന്നിടത്ത് ഷിർക്കിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അടുത്ത ഏറ്റവും വലിയ പാപമായിട്ട് ഷിർക്കിന് ശേഷം നേരത്തെയുള്ള ഹദീസുകൾ എണ്ണി പറഞ്ഞ കൊലപാതകം, അതുപോലെ ഖത്ല്, അതുപോലെ തന്നെ വ്യഭിചാരം, അങ്ങനെ തിന്മകളുടെ ഓരോ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ തിന്മയുടെ അപകടവും അതിൽ നിന്ന് രക്ഷയ്ക്കുള്ള മാർഗവും അതിന്റെ ഹദ്ദുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അസറിന് ശേഷം ദർശനമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.